CPM-ന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ച് പാർട്ടി വിട്ട മുതിർന്ന നേതാവ് ജി സുധാകരൻ. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും തീരുമാനം. ജി സുധാകരന് കൈപിടിക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് വലുതാണ്. അമ്പലപ്പുഴ മാത്രമല്ല, ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിലൂടെ ആലപ്പുഴ ജില്ലയിലാകെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും പ്രത്യാശയും. വിശദമായി പരിശോധിക്കാം. അമ്പലപ്പുഴയിൽ കൈപിടിക്കുന്നതിലൂടെ സുധാകരനിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അതായത് CPM-നെ വെല്ലുവിളിച്ച് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MLA എല്ലാമായിരുന്ന മുതിർന്ന പാർട്ടി നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുകയും ജി സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അമ്പലപ്പുഴ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തകയായ ഒരു സീറ്റാണ്. അവിടെ കഴിഞ്ഞ തവണയെല്ലാം മികച്ച മത്സരം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണയും കോൺഗ്രസിലെ പല ആളുകളും നോട്ടമിട്ട സീറ്റിൽ ഇപ്പോൾ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ, ജി സുധാകരന് കൈകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ജി സുധാകരന് കൈകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് കേവലം അമ്പലപ്പുഴയിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിക്കണ്ടല്ല. അമ്പലപ്പുഴയ്ക്കപ്പുറം ആലപ്പുഴയും അരൂരും ചേർത്തലയും മാവേലിക്കരയും കായംകുളവും ഹരിപ്പാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും. ജി സുധാകരന് നൽകുന്ന പിന്തുണയിലൂടെ കഴിഞ്ഞ തവണ ഹരിപ്പാട് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നതെങ്കിൽ ഇത്തവണ ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം ജി സുധാകരന് പുറമെ ആളുകളുടെ പിന്തുണ കുറവാണെങ്കിലും, അല്ലെങ്കിൽ ജി സുധാകരന് അനുകൂലികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രകടനം നടത്തിയിട്ടില്ലെങ്കിലും, ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച നേതാവായ ജി സുധാകരനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നും ആണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തിയ നീക്കം CPM-നെ വെട്ടിലാക്കുന്നതല്ലേ? തീർച്ചയായും കോൺഗ്രസ് നടത്തിയ നീക്കം CPM-നെ വെട്ടിലാക്കും. അതിനപ്പുറം CPM-ന്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും. ഇപ്പൊ ജി സുധാകരനൊപ്പം ആരൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ല ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്നതിനപ്പുറം സുധാകരന് സ്വാധീനമുള്ള സ്ഥലമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സുധാകരൻ സ്ഥാനാർത്ഥിയായി വന്നാൽ ഒരുപാട് വോട്ടുകൾ സുധാകരന് കിട്ടും. UDF സുധാകരനെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധാകരനെ UDF പിന്തുണയ്ക്കുന്നതിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത് ആലപ്പുഴയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സുധാകരൻ എഫക്റ്റിൽ CPM ആലപ്പുഴയിൽ ഇല്ലാതെയാവുകയും അല്ലെങ്കിൽ CPM തകരുകയും അതേ സുധാകരൻ എഫക്റ്റിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കാൻ കഴിയുകയും ചെയ്യുമോ എന്ന്, അല്ലെങ്കിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുധാകരനെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു കാര്യവുമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നോട്ട് പോകുന്നത്. CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ പോകുന്നത്. നമുക്കറിയാം പല വിഷയങ്ങളിൽ സുധാകരൻ ആദ്യം മുതൽ അതൃപ്തി അറിയിക്കുന്നുണ്ട്. അപ്പോഴൊന്നും സുധാകരനെ ഒപ്പം നിർത്തണമെന്നോ, അല്ലെങ്കിൽ സുധാകരനെ മുതിർന്ന നേതാവാണ്, നമുക്കറിയാം മുതിർന്ന നേതാവാണ്, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, അങ്ങനെ ഒരു വ്യക്തി പാർട്ടിയിൽ അതൃപ്തി അറിയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുധാകരനെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവര് സുധാകരനെ തഴഞ്ഞു എന്ന് പറയേണ്ടി വരും. ഒരു വിഷയത്തിലും സുധാകരൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതൃപ്തി അറിയിക്കുമ്പോൾ ആരും തന്നെ ഒരു ചർച്ചകൾക്ക് ഒന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനൊന്നും പോയിട്ടില്ല. സുധാകരൻ പറയട്ടെ, അല്ലെങ്കിൽ സുധാകരന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സുധാകരനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് പാർട്ടി പലപ്പോഴും എടുത്തിരുന്നത്. അതിന് തിരിച്ചടിയായിട്ടാണ് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പറയുന്നത്. സുധാകരൻ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നുണ്ട്, സുകുമാരൻ നായരെ കാണുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഒപ്പം നിർത്താൻ സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണ് സുധാകരൻ. അമ്പലപ്പുഴയിൽ വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. പാർട്ടിയിൽ നിന്ന് പോയാൽ പാർട്ടിക്കാർക്കപ്പുറം ആത്മബന്ധം ഉണ്ടായിരിക്കണം സുധാകരൻ, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ വ്യക്തമായ ആത്മബന്ധം സുധാകരനുണ്ട്. അതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെയോ CPM-ന്റെയോ സ്ഥാനാർത്ഥിയും സുധാകരൻ തമ്മിലായിരിക്കുമല്ലോ മത്സരം. കോൺഗ്രസിന് കിട്ടുന്ന അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം പിന്തുണയ്ക്കുമ്പോൾ ആ വോട്ടുകൾ കൂടി സുധാകരന് കിട്ടുകയും സുധാകരൻ ജയിച്ചാൽ, അല്ലെങ്കിൽ സുധാകരനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സുധാകരൻ സ്വതന്ത്രനായി വരുമ്പോൾ ആലപ്പുഴയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നിലവിൽ ഹരിപ്പാട് മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവിടെ നിന്ന് ഹരിപ്പാട് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മുഴുവൻ നിയോജക മണ്ഡലങ്ങളും പിടിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പൊ സുധാകരനെ പിന്തുണയ്ക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ് ജി സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിന്റെ മണ്ണിൽ അഴിമതിയുടെ ഒരു കറയേൽക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം
തർക്കവുമില്ല. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ പോലും അഴിമതിയുടെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ആരുടെ മുഖത്തു നോക്കിയും വെട്ടി തുറന്നു പറയുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വമാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇത്തരത്തിൽ സ്വതന്ത്രനായി പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കുമെന്ന് CPM ഒരിക്കലും കണ്ടിട്ടില്ല. അമ്പലപ്പുഴയിൽ അദ്ദേഹം ഏറെ നാളായി CPM-വുമായി നേർക്കുനേർ പോരാട്ടത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജി സുധാകരൻ പാർട്ടിയുമായി കലഹത്തിലാണ്. അതിന്റെ പരിണിത ഫലം അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തതാണ് ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ജി സുധാകരന് അമ്പലപ്പുഴയുടെ മുക്കും മൂലയും അദ്ദേഹത്തിന് ഏറെ പരിചിതമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുമായി ആത്മബന്ധമാണുള്ളത്. ആ പ്രവർത്തകർ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രകടനം വിളിക്കാനോ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതാനോ തയ്യാറായില്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ രഹസ്യ ബാലറ്റ് ഉപയോഗപ്പെടുത്താൻ CPM പ്രവർത്തകർ തയ്യാറാകുമോ എന്നൊരു ഭയം CPM-നുണ്ട്. കഴിഞ്ഞ ദിവസം 5000 ആളുകളെ പങ്കെടുപ്പിച്ച് പ്രകടനം നടത്തുമെന്ന് പറഞ്ഞിട്ട് കേവലം 1200-നും 1300-നും ഇടയിൽ ആളുകൾ മാത്രമാണ് അവിടെ എത്തിയത്. അമ്പലപ്പുഴയിൽ 3200 പാർട്ടി മെമ്പർമാർ ഉണ്ട് എന്നാണ് CPM-ന്റെ കണക്ക്. അതായത് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ, പാർട്ടി അനുഭാവികളുടെ കണക്കല്ല, പാർട്ടി മെമ്പർഷിപ്പ് 3200 ആളുകൾ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലുണ്ട്. എന്നാൽ അതിൽ വെറും 1200 ആളുകൾ മാത്രമാണ് CPM ജില്ലാ സെക്രട്ടറിയും അമ്പലപ്പുഴ MLA-യും അടക്കമുള്ളവർ പങ്കെടുത്ത ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ ജി സുധാകരന് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അംഗങ്ങളുടെയും പാർട്ടി അനുഭാവികളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ വലിയ സ്ഥാനമാണുള്ളത്. അത് അരക്കിട്ടുറപ്പിക്കാൻ കഴിയുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ എൻ ബ്ലോക്കായി സുധാകരന് ലഭിക്കുകയും ചെയ്താൽ അമ്പലപ്പുഴയിൽ ഇത്തവണ വിസ്മയം തീർക്കാൻ കഴിയും. CPM-നെ വെല്ലുവിളിച്ച് അമ്പലപ്പുഴയിൽ ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ ജി സുധാകരന് കഴിയും എന്നതൊരു യാഥാർത്ഥ്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് കൂടി പിന്തുണ പ്രഖ്യാപിച്ചത് ഏറെ ഭയപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ സുധാകരൻ പ്രചരണ രംഗത്തേക്ക് കടക്കാൻ പോകുന്നു. അദ്ദേഹം പെരുന്നയിൽ പോയി സുകുമാരൻ നായരെയും അതോടൊപ്പം തന്നെ SNDP യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം കാണുന്നുണ്ട്. ഇത്തരത്തിൽ സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ് ജി സുധാകരൻ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും CPM-ൽ നിന്ന് രാജിവെച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ നടപടി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് ജി സുധാകരൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരൻ CPM-ന്റെ ജീർണത തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പോരാട്ടത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അദ്ദേഹത്തിന് പിന്തുണ നൽകുമ്പോൾ അമ്പലപ്പുഴയിൽ തീപ്പാറുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ തീപ്പാറുന്ന പോരാട്ടത്തിൽ CPM-ന്റെ അണികളും അനുഭാവികളും കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ അമ്പലപ്പുഴയിൽ ഇത്തവണ ഒരു വിസ്മയം തീർക്കും. അമ്പലപ്പുഴയിൽ ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കും. സ്വതന്ത്രനായി CPM-നെ വെല്ലുവിളിച്ച ജി സുധാകരൻ നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല.